നടക്കുന്ന UN ജനറൽ അസംബ്ലിക്കിടെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശിലെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ്, വ്യാപാരം, നിക്ഷേപം, ഇടക്കാല സർക്കാർ ഏറ്റെടുത്ത പരിഷ്കരണ ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ബുധനാഴ്ച UN ആസ്ഥാനത്ത് ചർച്ച ചെയ്തതായി സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിൽ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 1000-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ യൂനസ് അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വർദ്ധിക്കുന്നതിനാൽ ഇത്തരം ദുരന്തങ്ങളുടെ എണ്ണവും തീവ്രതയും വർദ്ധിച്ചു വരികയാണെന്നും ഷഹബാസ് മറുപടിയായി പറഞ്ഞു. ബംഗ്ലാദേശിൽ ഫെബ്രുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുഖ്യ ഉപദേഷ്ടാവ് ഷഹബാസിനോട് വ്യക്തമാക്കി. 11 കമ്മീഷനുകൾ നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ രാജ്യത്തെ അർത്ഥവത്തായ രാഷ്ട്രീയ പരിവർത്തനത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ സമവായ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്തുന്ന ജൂലൈ ചാർട്ടറിൽ ഒപ്പുവയ്ക്കാൻ പാർട്ടികൾ തയ്യാറെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ബംഗ്ലാദേശിൽ മറ്റൊരു സ്വേച്ഛാധിപതിയുടെ ഉദയം തടയുന്നതിനാണ് പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BSS പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ സമീപ വർഷങ്ങളിൽ വലിയ തോതിൽ നിഷ്ക്രിയമായതിനാൽ പ്രാദേശിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. ഇടക്കാല സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ സന്ദർശിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി യൂനസിനെ ക്ഷണിച്ചു. അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അവാമി ലീഗ് സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം ധാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പത്തെ പ്രതിഫലിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ വർഷത്തെ UNGA യോഗത്തിനിടെ യൂനസും ഷെരീഫും തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ച നടന്നത്. ബംഗ്ലാദേശിലെ യുദ്ധക്കുറ്റ വിചാരണ, വിശാലമായ പ്രാദേശിക രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങൾ കാരണം മുൻ അവാമി ലീഗ് സർക്കാരിന്റെ 15 വർഷത്തെ ഭരണകാലത്ത് ധാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. 1971 വിമോചന യുദ്ധകാലത്തെ വംശഹത്യയിൽ പാകിസ്ഥാന്റെ പങ്ക്, കുടുങ്ങിപ്പോയ സ്വത്തുക്കൾ തിരികെ നൽകൽ, നഷ്ടപരിഹാരം എന്നിവ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങളിലെ പ്രധാന വിഷയങ്ങളിൽ എപ്പോഴും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും 2024 ഓഗസ്റ്റിൽ യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിനു ശേഷം കാര്യങ്ങൾ ഗണ്യമായി മാറി. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാർ ധാക്കയിൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി. 13 വർഷത്തിനിടെ ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശിലേക്ക് നടത്തുന്ന ആദ്യ സംസ്ഥാനതല സന്ദർശനമാണിത്. ഈ കൂടിക്കാഴ്ചയിൽ 1971 വംശഹത്യ പ്രശ്നം മുൻപ് 2 തവണ പരിഹരിച്ചതായി ധാർ അവകാശപ്പെട്ടു. എന്നാൽ ധാക്ക ഈ അവകാശവാദം പെട്ടെന്ന് നിഷേധിക്കുകയും ചെയ്തിരുന്നു. 1971 ക്രൂരമായ വിമോചന യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ദശലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ചരിത്രപരമായി അകന്നുപോയ 2 രാജ്യങ്ങളും ഇപ്പോൾ പരസ്പര സഹകരണത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ന്യൂയോർക്ക് സന്ദർശനത്തിന്റെ 3ാം ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്, കൊസോവോ പ്രസിഡന്റ് വോജോസ ഒസ്മാനി എന്നിവരുൾപ്പെടെ 3 ലോക നേതാക്കളുമായി യൂനസ് നേരിട്ടുള്ള ചർച്ചകളും നടത്തിയതായി ആലം പറഞ്ഞു. ഓരോ കൂടിക്കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ രാജ്യങ്ങളുമായുള്ള ഞങ്ങളുടെ ബന്ധം ഈ കൂടിക്കാഴ്ചയിലൂടെ പുതിയ ഉയരത്തിലെത്തിയെന്നും ഞങ്ങൾ പറയും. ന്യൂയോർക്കിൽ ഒരു പത്രസമ്മേളനത്തിൽ ആലം പറഞ്ഞതായി ബംഗ്ലാദേശ് മാധ്യമമായ BSS ഉദ്ധരിച്ചു. ബംഗ്ലാദേശിൽ ജനാധിപത്യ പരിവർത്തനം ഉറപ്പാക്കുന്നതിനായി വരാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പുകൾ ഫിൻലാൻഡും ഇറ്റലിയും പിന്തുണ നൽകിയതായി അറിയിച്ചു. അതേസമയം അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശ് വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വവും രാഷ്ട്രീയ പ്രക്ഷുബ്ധതയും നേരിടുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട അവാമി ലീഗ് സർക്കാരിനെ അട്ടിമറിക്കാൻ മുഹമ്മദ് യൂനസുമായി സഹകരിച്ച പാർട്ടികൾ ഇപ്പോൾ പരസ്പരം പോരാടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.